ഇത് അടയ്ക്കാൻ ഇടയായിട്ടുള്ള അതിലത്തെ ഉത്തരവാദികളിൽ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട്. അതെന്തായാലും അടിപൊളി. ഹലോ, ഞാൻ വിചാരിക്കായിരുന്നു ഈ വീടിന്റെ ചുറ്റും 2 റൗണ്ട് ഓടിയാലോ ഒന്ന് ഒതുങ്ങാൻ വേണ്ടി. ലാല ആന്റിയും മരുമകൾ രാധയും കൂടി നമുക്ക് ഒരു പായസം ഉണ്ടാക്കി തരാൻ പോവാണ്. ഇതിന് വെട്ടുകത്തി എന്ന് പറയാൻ പറ്റില്ലല്ലോ, തമിഴ് സിനിമകളിൽ കണ്ടിട്ടുണ്ട് എന്ന് വിളിച്ചിട്ട് വരണത്. സച്ചിനാണുമ്പോ മാന്ത്രിക സിനിമയിലത്തെ വില്ലന്റെ പോലെ അല്ലേ? ഇല്ലേ, ചായയില്ലേ? രണ്ടും ഒരേ സമയം. ശരി, കൊറേ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ മേത്താണ് പരീക്ഷണം നടത്തി ഉടനെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലാൻറ്റീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, പ്രോഡക്ട്സ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വീടൊന്ന് വെറുതെ കാണാം. വീട് അങ്ങനെ മുഴുവനായിട്ടും കാണിക്കില്ല. ഇതൊരു 40 വർഷം പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ. ഇതാണ് രാധ. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മിന്നായം പോലെ പോയത് വേണേൽ കണ്ടിട്ടുണ്ടോ, ജ്യൂസ് കൊണ്ടുവന്ന് തന്നിട്ട്. അപ്പോൾ ആളെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. കൊല്ലംകാരിയാണ്. ആളാണ് എന്റെ എല്ലാ പ്രൊഡക്ട്സിന്റെയും റൈറ്റപ്പ് ഒക്കെ ചെയ്യുന്നത്. എഴുതും, വായിക്കും, എഴുതാൻ ഇഷ്ടം. അപ്പം ഇങ്ങനെ പ്രോഡക്ട്സിനെ പറ്റി എഴുതും, അങ്ങനെ കുറച്ച് എഴുതും. ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. പിന്നെ പിന്നെന്താണ്, എനിക്ക് 2 മക്കളുണ്ട്. 2 ബോയ്സ്. ഭയങ്കര നോട്ടിയാ, അതുകൊണ്ട് പുറത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോ വലിയൊരു നീളത്തിലൊരു സിറ്റ് ഔട്ടാണ് കേട്ടാ. ഇത് ഞാൻ പറഞ്ഞില്ലേ 40 വർഷം പഴക്കമുള്ള വീടാണ്. ഇതിന് ആർക്കിടെക്റ്റ് ഒന്നുമില്ല. ആളെന്നെ സതീശേട്ടന്റെ തന്നെ പ്ലാനാണ്. അതെ, നടുമുറ്റായിട്ട്. അന്ന് കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരുന്നു. അച്ഛനുള്ള കാലത്ത് റോസ്വുഡിന്റെ എക്സ്പോർട്ടിങ്ങും ഫേർണിച്ചറിന്റെ ബിസിനസ് അവർക്ക് എറണാകുളത്ത്. അപ്പൊ കംപ്ലീറ്റ് ഫേർണിച്ചർ, മരത്തിന്റെ എല്ലാ വർക്കും അച്ഛന്റെയും ബ്രദറിന്റെയും കൂടി വകയായിട്ട് തന്നിട്ടുള്ളതാ എല്ലാതും. അത്രയും വർഷം മുൻപേ ഇത് കൊണ്ട് ഇതിന്റെ ഈ ഫർണിച്ചറുകളൊക്കെ അല്ലേ, ഈ വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊക്കെ ഇങ്ങനെ ഇതൊക്കെ അന്നത്തെ 40 വർഷം പഴക്കമുള്ള സാധനങ്ങൾ. അതൊക്കെ ആ ടേബിളും ഒക്കെ മരത്തിന്റെ എല്ലാ വർക്കും. കമ്പ്യൂട്ടർ ടേബിളൊക്കെ കണ്ടില്ലേ? ഈ വുഡൻ ഫ്ലോറിങ്ങും അവിടെ നിന്ന് ചെയ്തതാ. പക്ഷെ ഇത് 2 ഫ്ലഡ് അതിജീവിച്ചതിന് ശേഷം ഈ കോലത്തിലായിരുന്നു മാത്രം. എല്ലാം വന്ന് ഇവിടെ ഡംപ് ചെയ്ത് വെള്ളം നിറഞ്ഞു. അത് ഇവിടെ ഒരു പൂള് പോലെ 2018 വെള്ളത്തിൽ ഇത്രക്ക് വന്നിണ്ടാകത്ത്. കട്ടിലിന്റെ വിലക്ക് വന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ 2 വെള്ളപ്പൊക്കം അതിജീവിച്ച വീടാണെന്ന് പറയായിരുന്നു. അത് കണ്ട, നടുമുറ്റത്തിന്റെ ചുറ്റുമുള്ള വരാന്തയാണ് ഇട്ടത്. നടുമുറ്റം ഇത് നടുമുറ്റം. പിന്നെ മോൾ ഭാഗമൊക്കെ അടച്ചിട്ട് ഇങ്ങനെയൊക്കെ. എന്താ അടച്ചത്? പിന്നെ അത് ഇവര് നല്ല വികൃതിയുള്ള പിള്ളേരായിരുന്നു. അപ്പൊ 6 മാസം നമ്മളുടെ ഒരു മഴക്കാലത്ത് ഇതിന്റെ ഉള്ളിൽ ഈ വെള്ളത്തില് ഇറങ്ങി കളിച്ച് ഈ വരാന്ത എങ്ങനെയായിരിക്കും നമ്മള് പിന്നെ വേഗം അടച്ചു. ശരി. ഇപ്പൊ അതേ ഇത് അടയ്ക്കാൻ ഇടയായിട്ടുള്ള അതിലത്തെ ഉത്തരവാദികളിൽ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഓപ്പൺ ചെയ്തിടാനായിരുന്നു പ്ലാൻ. പിന്നെ ഓർത്തപ്പോഴും അതെന്തായാലും ആവശ്യമുള്ളപ്പോ തുറക്കാനും അല്ലാത്ത അടയ്ക്കാനും പറ്റുന്നത് വേണമെങ്കിൽ അതിപ്പോ ഉണ്ട് അങ്ങനത്തെ സംവിധാനം. ഈ 40 വർഷം മുമ്പൊന്നും അതില്ല. അപ്പൊ അങ്ങനെ അടച്ചു. അപ്പൊ താഴെ വുഡൻ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതുമ്പോ നിറയെ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഈ 2 ഫ്ലഡ് വന്നോണ്ടേ അങ്ങനെ വെള്ളത്തിറക്കി ഉയരത്തിൽ വന്നു എന്നാണ് പറയണേ. 2018-ലും 19-ലും വെള്ളം കയറി. 19-ലല്ല, ഈ കഴിഞ്ഞ വർഷം. കഴിഞ്ഞ വർഷം. അയ്യോ, ഇല്ല. ആരാ കീബോർഡൊക്കെ വായിക്കുക? അത് രാധയുടെയാണ്. ഇപ്പൊ മക്കള് കുറച്ചേരം ഒരു ടൈം പാസിന് വന്നിരുന്നു. രാധ നന്നായിട്ട് പ്ലേ ചെയ്യോ? ചെയ്യും. വായോ. മറ്റേ തബലാര ചെയ്യാ? രാധയുടെ വല്യച്ഛൻ, രാധയുടെ വല്യമ്മയുടെ മോള് കൊടുത്തതാ പിള്ളേർക്ക് കുട്ടി കളിക്കാൻ. പഠിച്ചിട്ടൊന്നുമില്ല. ആ ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട്. അതെന്തായാലും അടിപൊളി. ഇതിൽ കൂടെ ഇങ്ങനെ കടക്കുമ്പോ ഓർമ്മകളുടെ ഒരു ചുമരുന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇങ്ങനെ നിറച്ച് ഫോട്ടോസാണ് അല്ലേ? പല
സ്ഥലത്തില്ലല്ലോ ആരും. അപ്പൊ ഇതിലേ നടക്കുമ്പോ നമ്മള് എപ്പോഴും മക്കളെയും പേരക്കുട്ടികളുടെ ഒക്കെ പേരിടലിന്റെയും പിറന്നാളിന്റെ ഒക്കെയാന്ന് തോന്നുന്നു അല്ലേ ഓരോ ഫോട്ടോസും. ഓരോ പ്രാവശ്യം വരുമ്പോ അങ്ങനെ. ഇത് സതീശേട്ടന്റെ അച്ഛനും അമ്മയും. അച്ഛന്റെ പേരാണ് വേലായുധൻ. അങ്ങനെയാണ് വേലായുധൻ ഓട്ട് കമ്പനി. നമുക്ക് പാഴായില് ശ്രീബുദ്ധ ഓട്ട് കമ്പനി ഉണ്ട്. പിന്നെ സതീശേട്ടൻ ഓൺ ചെയ്തിരുന്നത് ഡെക്കർ സിറാമിക്സ് എന്ന് പറഞ്ഞിട്ട് തലോണിക്കര ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഇപ്പൊ ആളതൊക്കെ അതിന്റെ ഇത് സ്വസ്ഥം റെസ്റ്റ്. ആൾക്കാരുടെ ഇടയിൽ വയ്യാണ്ടായി തോന്നുന്നു അല്ലേ? ചെയ്തു. പിന്നെ ഇനി ഇവിടെ കടന്നാൽ ഇവിടെ പൂജാ റൂമാണ് കേട്ടാ. ഇത് അതൊരു എക്സിബിഷന് വാങ്ങിച്ച മണ്ണും പൾപ്പ് പേപ്പർ പൾപ്പും കൂടിയിട്ടുള്ള ഒരു എന്തോ ഒരു മിശ്രിതാണ്. മണ്ണുണ്ട്, മണ്ണിന്റെ ഒരു ഇതുണ്ട്. അധികം മെറ്റലിന്റെ പോലെ തോന്നും. ഇതൊക്കെ എങ്ങനെ വെള്ളപ്പൊക്കം അതിജീവിച്ചു എന്നുള്ളത് ഒരു അതിശയം. ഇതൊക്കെ മറിഞ്ഞ എവിടെയൊക്കെയോ കിടക്കുന്ന എല്ലാ ഫേർണിച്ചറും നടുമുറ്റത്തും അവിടെയൊക്കെ ആയിരുന്നു. കൊറേ സ്ട്രഗിൾ ചെയ്തിട്ട് പഴയ രീതിയിൽ. ഇതൊക്കെ ആന്റിയുടെ പണ്ടത്തെ ഫർണിച്ചർ ആണോ? സ്റ്റഡി ടേബിൾ ഇങ്ങനെ മലർത്തി വെക്കാൻ പറ്റും. ഇതാണ് സ്റ്റാൻഡ് ഉണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ ബുക്സ് വെക്കാം. ബുക്ക് ഇതൊക്കെ അവിടെ പവർ സിസ്റ്റം പേഴ്സിന്റെ വർക്ക് തന്നെയാ മനോജിന്റെ. ഇത് എൻ്റെ അനിയത്തി. ആള് ഈ എഡിബിൾ പാച്ചിന് വേണ്ടി നല്ല പ്രൊമോഷൻ ചെയ്യണ ഒരാളാ. ഒരുപാട് കസ്റ്റമേഴ്സ് ആളുടെ കെയർ ഓഫിലാ എന്നിട്ട് ഇതാണ് അവർ ഇപ്പൊ ഫേർണിച്ചറിന്റെ ബിസിനസ് നടത്തുന്ന പവർ സിസ്റ്റം പേഴ്സ്. എൻ്റെ അനിയൻ. അപ്പൊ ആന്റിക്ക് ഒരു സിസ്റ്ററും ഒരു ബ്രദറുള്ളൂ. അതെ. അനിയത്തി കുറുക്കഞ്ചേരിയില്, അനിയൻ അവിടെ എറണാകുളത്ത് തമ്മനത്ത്. ഇത് രാധയും മോനും അവരുടെ വളർത്തു തത്ത ടീച്ചേഴ്സ്, ടീച്ചമ്മ എന്ന് വിളിക്കുന്നവര്. രണ്ടാമത്തെ മോന്റെയും മോനോടെ അകത്തുണ്ട്. രണ്ടാമത്തെ മോനുണ്ട് അവിടെ? അല്ലല്ല, ഇയാളുടെ അനിയൻ. അല്ല, ഞാൻ പറഞ്ഞത് മൂത്ത മോന്റെ പേര് സച്ചിൻ. മറ്റേത് നിതിൻ. ഞാൻ കാണിച്ചു തരാം, ഫോട്ടോ കാണിച്ചതാ. അത് സതീശേട്ടൻ അല്ല സച്ചിനത് ചെറുതില്. അതെ, ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുടിയൊക്കെ കെട്ടി വെച്ചിട്ട്. അതേപോലെ സതീശേട്ടന് ഉടുപ്പിട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെ. ഇത് സതീശേട്ടൻ ഒരു വയസ്സ്. അതേപോലെ ഞാൻ സച്ചിനെ കിട്ടിയതല്ലേ? സതീശേട്ടന് ഒരു വയസ്സായപ്പോഴത്തേതാ. ഇതാണ് ബെഡ്റൂമുകള് ഒന്നും കാണിക്കില്ല ചേട്ടാ. കുട്ടികളുടെ റൂം TV കണ്ടൊന്ന് കാണിക്കണം. വേണേ കാണിക്കാം. കുട്ടികൾ ഈ റൂമിലുണ്ട് കേട്ടാ. ഒന്ന് കാണിച്ചു തരാം. എവിടെ? ഹലോ. ഇങ്ങോട്ട് വാ. ഇവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ ഇവരെങ്ങനെ സ്ഥലത്തില്ലാത്ത ആൾക്കാരുടെ ഒക്കെ ഫോട്ടോസ് വെച്ചിരിക്കുക. രണ്ടാമത്തെ മകനും വൈഫും. അവര് റെസ്റ്റോറന്റ് നടത്തുക UK-ല്. റെസ്റ്റോറന്റ് ആണ് റെസ്റ്റോറന്റിന്റെ പേര്. രണ്ടാമത്തെയും സ്റ്റാർട്ട് ചെയ്തു. വന്നിരുന്നു ഇവിടെ ഓണത്തിന്റെ തൊട്ട് മുൻപ് പോയുള്ളൂ. ആൾക്ക് 2 പിള്ളേര്, പേരക്കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരും അങ്ങനെ. ഈ ഒരു കബോർഡിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. സ്റ്റോർ റൂം എന്നൊക്കെ പറയാം. അതെ, സ്റ്റോക്ക് വെക്കണ സ്ഥലമാണിത്. ഒക്കെ പാക്ക് ചെയ്ത് വെക്കണത് ഇങ്ങനെയാണ്. ഓർഡർ വരുന്നതനുസരിച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും. പാഴ്സൽ ചെയ്യണതൊക്കെ. ഈ ഡൈനിങ് ടേബിളും വെച്ചിട്ടാ ചെയ്യാ. നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ആൻറ്റി നമുക്ക് വേണ്ടിയിട്ട് കുറേ എന്തൊക്കെയോ ഒരുക്കിയിട്ടുണ്ട്. ഊണ് കഴിക്കാൻ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഊണ് കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ. കടച്ചക്ക ഇവിടെ ഉണ്ട്. നമുക്ക് കടച്ചക്കയുടെ മരണ്ട്. ഇവന് സച്ചിന് ഇഷ്ടമാണ് കടച്ചക്ക. ചെമ്മീൻ കറി ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. വയറ് ഭയങ്കര ഫുള്ളായി, ഡ്രസ്സൊക്കെ ടൈറ്റായി. ഞാൻ വിചാരിക്കായിരുന്നു ഈ വീടിൻ്റെ ചുറ്റും 2 റൗണ്ട് ഓടിയാലോന്ന്, ഒന്ന് ഒതുങ്ങാൻ വേണ്ടി. അപ്പോൾ കാരണം ഭക്ഷണമൊക്കെ ഭയങ്കര ടേസ്റ്റ് ചെയ്തു കേട്ടോ. 3-4 തരം കറികളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു. ആ ഭക്ഷണമൊക്കെ കഴിച്ചു ചേട്ടൻ ഉറങ്ങാനുള്ളൊരു ഇതിൽ പോവാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞു. വീഡിയോയിൽ നിൽക്കണില്ല, നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ലാല ആൻറ്റിയും മരുമകൾ രാധയും കൂടി നമുക്ക് ഒരു പായസം ഉണ്ടാക്കി തരാൻ പോവാണ്. പായസം ഉണ്ടാക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ആൻറ്റിയുടെ തന്നെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ചക്കക്കുരു ഗ്രാനുൾസ് കൊണ്ടാണ്. കണ്ട. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ പായസം ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു കുക്കർ വേണം.
ഇത് കഴുകി വൃത്തിയാക്കി പിന്നെ വേവിച്ച് ഇതിൻ്റെ തൊലി കളഞ്ഞ് പൊടിച്ച് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് ഇനി ഇത് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. നേരെ ചേർക്കാം അല്ലേ? കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു പാക്കറ്റ് മൊത്തം എടുക്കാം അല്ലേ? നമ്മൾ കുറേ പേരില്ലേ. എന്നിട്ട് എനിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. മൂന്നാം പാലാണ് ഒഴിക്കണേ. മൂന്നാം പാൽ ഇത് എത്ര ചേർത്തു? മുഴുവൻ ഇടല്ലേ? ഇത് 200 ഗ്രാം ആണോ? തീ കൂട്ടട്ടെ. അപ്പൊ ഇത് മുഴുവൻ ചേർത്തു. ഒരു തേങ്ങയുടെ പാലാണോ? അല്ലല്ല, 3 തേങ്ങയുടെ 3ആം പാലുണ്ട്. അത് 3 തേങ്ങയുടെ 3ആം പാലാണ് കേട്ടോ എടുത്തേണത്. ഇളക്കി കുക്കറിൽ ഇതേ നമ്മുടെ ചക്കക്കുരു ഗ്രാനൂൾസ് വേവിക്കാൻ വെച്ചു. ഇനി ഒരൊറ്റ വിസിലടിക്കുക, തീ ഓഫാക്കിയിടുക, സ്റ്റീം പോണ വരെ വെയിറ്റ് ചെയ്യുക, തുറക്കുക. എന്നിട്ടാണ് ബാക്കി പരിപാടികൾ അല്ലേ? അപ്പം ആ സമയം കൊണ്ട് ഇതേ സാധനം കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ചക്കക്കുരു ഗ്രാനൂൾസ് കൊണ്ട് തന്നെ പരിപ്പ് വട ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിനെ പരിപ്പ് വട എന്ന് പറയാൻ പറ്റില്ല, ചക്കക്കുരു വട എന്ന് പറയേണ്ടി വരും. അത് ആൻറ്റി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാ? ഇതെന്താ ചക്കക്കുരു? ഇത് കുതിർത്തത്. ഈ സെയിം ചക്കക്കുരു ഗ്രാനുകൾ കുതിർത്തിട്ട് ഒരു ദിവസം മൊത്തം കുതിർത്ത അരമണിക്കൂർ അത്ര ഇത്തിരി ഉപ്പിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റ് തന്നെയാ? ഈ ഒരു പാക്കറ്റ് തന്നെ വെള്ളം ഒഴിച്ച് കുതിർത്തിയതാണ് കേട്ടോ. 1/2 മണിക്കൂർ കുതിർത്തിയതാണ് ചക്കക്കുരു ഗ്രാനുൾസ്. അതിലേക്ക് ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളിയാണ്, സവാളയല്ല, അതും പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, വേപ്പില ഒക്കെ പൊടി പൊടിയായിട്ട് അരിഞ്ഞത് കേട്ടാ ഇട്ടു. ഇതൊക്കെ ആൻറ്റി കണ്ടുപിടിച്ചിട്ടുള്ളതല്ലേ? ഇതൊന്നും വേറെ എവിടെയും കാണില്ല. യൂട്യൂബില് നമ്മൾ ആദ്യം പാടത്ത് കൊണ്ട് വിട്ടായിരുന്നു കൊട്ടക്കണക്കിന് ചക്കക്കുരു. ആദ്യത്തെ കൊല്ലം അത്രയധികം ചക്ക ഉണക്കി കുരു മുഴുവൻ വേസ്റ്റ് ആക്കി കളയായിരുന്നു. അപ്പൊ ആലോചിച്ചു ഇത് ചക്കക്കുരു കൊണ്ട് എന്ത് ചെയ്യാം. അത് പറയരാതെ പറയും. ആ ചക്കക്കുരുവിന്റെ ബെനിഫിറ്റ്സ് പറയാൻ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് രാധയാണ്. പിന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ എന്തിനകത്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണേ. അപ്പം ഇത് ചക്കക്കുരുവിൽ തന്നെ ഭയങ്കര പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. പിന്നെ ഹൈ ഇൻ ഫൈബർ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി. നമ്മുടെ ഈ ടർമറിക് പൗഡർ മാതിരി അവിടെ സംസാരിക്കണൊക്കെ വന്നിട്ടുണ്ടാവും. ടർമറിക് പൗഡർ മാതിരി ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ ആന്റി ഓക്സിഡൻസ് ഉണ്ട് നല്ലോണം. അപ്പം ഹെൽത്ത് ബെനിഫിറ്റ്സ് കാണുമ്പോൾ നമ്മൾ എന്തായാലും മേടിക്കും പ്രോഡക്റ്റ്. അപ്പം നമ്മളും ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും ഹെൽത്ത് ബെനിഫിറ്റ്സ് വെച്ച് ആ ഒരു ആംഗിളും കൂടെ നോക്കിയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. അത് വളരെ നന്നായി. എന്തായാലും വെറുതെ അല്ലാന്ന് ഇതിനെ കുറിച്ചിട്ട് വിശദമായി പഠിച്ച് റിസർച്ച് ചെയ്ത് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അതെല്ലാം നോക്കിയിട്ടാണ് ഇവർ ചെയ്യാന്ന്. അപ്പോൾ കേട്ടില്ലേ ചക്കക്കുരുവിൻ്റെ കേക്ക്? ചേട്ടന് ഇഷ്ടമല്ലേ ചക്കക്കുരു? കഴിക്കില്ലേ? ക്യാൻസറിനെ റെസിസ്റ്റ് ചെയ്യാൻ വരെ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. അത് അതിന്റെ ആ ബ്രൗൺ തൊലി കളയാതെ എടുക്കണം. നമ്മൾ കറി വയ്ക്കുമ്പോൾ അത് കളയും പണ്ടൊക്കെ. ഇപ്പൊ കളയാറില്ല. ഇപ്പൊ ഇങ്ങനെ പറയണ കേട്ടു ക്യാൻസറിനെ ഇതാക്കാനുള്ള കഴിവുണ്ടെന്ന്. അപ്പൊ പിന്നെ കളയാറില്ല. അതിന് ഉപയോഗിക്കണ്ടേ? ഇവിടെ കാഴ്ചക്കാരായിട്ട് ചുറ്റും കുറെ പേര് നിൽക്കുന്നുണ്ട്. ഇവരെന്താ ചെയ്യണേന്ന് കാണാൻ വേണ്ടി. അച്ഛൻ്റെ മേൽനോട്ടത്തിലാണ് പായസം വെക്കുന്നത്. ആളിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ വെച്ചോളോ, നോട്ടം മാത്രമല്ലോ. ലാസ്റ്റ് കഴിക്കാൻ വരും അല്ലേ? അങ്ങനെയാണോ? കഴിക്കലും വലിയ ആളല്ല അല്ലേ? എല്ലാം ഇതായിട്ട് അധികമായിട്ടൊന്നും കഴിക്കില്ല. ഇപ്പോഴാണോ അങ്ങനെ? പണ്ടേ എങ്ങനെയാണ് കഴിക്കാതെ ഇഷ്ടമല്ല? ആൾക്ക് 5+ ചെയ്യേണ്ടി വന്നപ്പോൾ എല്ലാവർക്കും അതിശയം. അതെങ്ങനെയാ സതീശേട്ടനത് വന്നത്? അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ ചക്കക്കുരു ഗ്രാനൂൾസിലേക്ക് ആഡ് ചെയ്തിട്ട് കുഴക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഴയ്ക്കുമ്പോൾ ചിലപ്പോൾ ബൈൻഡിങ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് കടലമാവ് ചേർക്കാം. ചിലപ്പോൾ കടലമാവ് ചേർത്തില്ലെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റും. കുറച്ചും കൂടി ഇടണം.
എനിക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. മർമരം. ആ കടലമാവിന് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ അളവ് പറയണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടാനായിട്ടൊരു ഇത് കിട്ടണം. അതിന് വരെ തന്മാത്രകൾ, ചേട്ടൻ പറയില്ല തന്മാത്രകൾ തമ്മിലുള്ളൊരു കൂട്ടിപ്പിടുത്തം അത് കിട്ടണ വരയ്ക്കുള്ള അത്രയ്ക്ക് കടലമാവ് ചേർക്കാം. അപ്പോൾ അതേ നമ്മുടെ പരിപ്പ് വടയല്ല ചക്കക്കുരു വട ഉണ്ടാക്കാനായിട്ടുള്ള എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ലേ? വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു. തീ കത്തിക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഇതിലേക്ക് വേണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് തീ കത്തിക്കുന്ന ആള് സച്ചിനാണ്. തീ കൂടുതൽ ഹൈയാക്കണം. ആ ചൂടാവട്ടെ. ഇതപ്പോൾ എത്ര വർഷമായി വാങ്ങിയിട്ടിരിക്കണു? കുറെ വർഷമായിട്ട് വെളിച്ചം കാണാണ്ടിരുന്ന ഒരു ഗ്യാസ് സ്റ്റവ് ഞങ്ങള് കാരണം വെളിച്ചം കണ്ടു. എവിടെയോ അട്ടത്തിരിക്കുന്നു. അതിനെടുത്ത് കൊണ്ടുവന്നു. രണ്ട് ബർണറുള്ളൂ. എനിക്ക് 3 വേണം. പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ വേറെ കുഴപ്പമുണ്ട്, ഇത് പൊട്ടും ചില്ല. ഈശ്വര, വെറുതെ ഓരോന്ന് പറഞ്ഞോളൂ. ഇത് ഉപയോഗിക്കാത്തതാ. അതല്ല, അതെന്തിട്ടാണ് കുറേ നാൾ ഉപയോഗിച്ചു ശരിക്കും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് എടുത്തു വെച്ചു. പിന്നെ അത് എടുത്തിട്ട് തീ കത്തിച്ച ഇത് പൊട്ടും. അങ്ങനെ 2 എണ്ണ ഇപ്പൊ നമ്മുടെ വീട്ടിലെ പൊട്ടണു. ഇത് ഉപയോഗിച്ചിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടാ, നമ്മൾ ഈ ചക്കക്കുരു ഗ്രാനുൾസ് ഒരു അരമണിക്കൂർ മുന്നേ കുതിർത്താൻ വെച്ചല്ലോ. അപ്പം ആ കുതിർത്താൻ വെച്ചപ്പോഴേ തന്നെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഉപ്പ് ഇടാഞ്ഞത്. പിന്നെ മഞ്ഞൾപ്പൊടി ഒന്നും ഇടില്ല അല്ലേ? സാധാരണ പരിപ്പുവടയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടില്ലേ? ആ ഇട്ടിട്ടില്ല. ഓ ഞാൻ കേട്ടില്ല. അതിന്റെ മുകളിൽ വെള്ളപ്പൊടി എടുക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ? ഉപ്പ് ചേർത്ത് ഈ മഴ പെയ്യുമ്പം ആ കാറ്റത്തെ ഭയങ്കര ശബ്ദം കേൾക്കാം. കൊറേ സ്ഥലമുള്ളവർക്ക് അങ്ങനത്തെ വെക്കാൻ പറ്റുള്ളൂ. കാരണം കണ്ട എത്ര സ്ഥല പോണേ. പിന്നെ ചവറടിക്കണത് വേറെ. മറ്റേ പിന്നെ ഇങ്ങനത്തെ ഇല കൊഴിയണോടത്ത് മറ്റേ പാമ്പുകൾ വരും. രാജവമ്പാല അവരിങ്ങനത്തെ ഇല കൂട്ടിയിട്ട് അതിലാണ് മുട്ടയിടാ. അതെ അതെ. കിങ് കോബ്ര. ഇല്ലല്ലോ, ചൂടായിട്ടില്ല. ആ തീ അങ്ങോട്ട് പാളി പോണ കാരണം നമ്മൾ കുറച്ച് സമയം അടുപ്പത്ത് വെച്ചിട്ട് അപ്പൊ കാറ്റുള്ള കാരണം തീ അങ്ങോട്ടും പോവാണ്. അപ്പൊ ചേട്ടൻ എന്തോ ഐഡിയ സൂത്രപ്പണി. ഇത് വളരെ ഇതാണ് തടയാനായിട്ട്. അതെ, തടഞ്ഞു. വലിയ കാറ്റ് വരുമ്പോ അത് പറന്നു പോന്നു മാത്രം. ഒരു വിസിലടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫാക്കാം. ഓഫായി. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായി. ഓരോന്നും ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. അതിനത് ഇങ്ങനെ പരത്തിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. തീ കുറയ്ക്കണ്ടല്ലോ. എല്ലാതും കൂടി ഇടുമ്പോഴേ ഇടുന്ന സമയത്ത് എന്തായാലും നല്ല ചൂട് വേണമല്ലോ എണ്ണയ്ക്ക്. ആളാണോ പെരുമാള്? ആ അയ്യോ, പറഞ്ഞപ്പോ പോയി. പെരുമാളെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വന്നോ? അണ്ണന്റെ വീട് എവിടെയാ? തമിഴ്നാട്ടിലെവിടെയാ? കാരക്കുടി. കുറെ വർഷങ്ങളായി നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടത്തൊക്കെ പഠിച്ചു. നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയാലും ധൈര്യമായിട്ട് ആളെ ഏൽപ്പിച്ചു പോവാം. ആൾക്ക് പിന്നെ കൃഷിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അത്ര ആളെല്ലാം ചെയ്തോളൂ, അറിഞ്ഞ് ചെയ്തോളൂ. മഞ്ഞള് വിളവെടുത്തോണ്ടിരിക്കുക ഇന്നലെ മുതല്. ഇന്നലത്തെ വിളവെടുത്തതാണ് അവിടെ കണ്ടു. പിന്നെ ഇവിടത്തെ വെട്ടുകത്തി, കേരളത്തിലത്തെ വെട്ടുകത്തി ശരിയല്ല. ഇപ്രാവശ്യം നാട്ടില് പൊങ്കലിന് പോയിട്ട് വരുമ്പോ വെട്ടുകത്തിയൊക്കെ കൊണ്ടുവന്നേക്കണേന്ന്. അതൊന്ന് കാണിച്ചു തരുമോ? ആ, എടുത്തിട്ട് വാ. ഇനി നല്ല ഓർഡർ കിട്ടും ചിലപ്പോ പെരുമാൾക്ക്. അതിന്റെയും കൂടി ഇനി ബിസിനസ് തുടങ്ങാം. ആന്റിക്ക് വെട്ടുകത്തി
സച്ച് ചോദിച്ചു അത് വെട്ടുകത്തി വണ്ടിയിൽ കൊണ്ടുവരുമ്പോ വല്ലവരും പിടിക്കുവോ ആയുധങ്ങളായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടേ. ഒരെണ്ണൊന്നും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പഠിച്ചതൊക്കെ ഓസ്ട്രേലിയയിലാണോ രാധ? മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ലാത്ത പോലെ. കേരളത്തിലല്ലായിരുന്നോ? ആയിരുന്നു. കേരളത്തിൽ തന്നെ പഠിച്ചത്. അതെ. വെട്ടുകത്തി ഇതിന് വെട്ടുകത്തി ഇത് പറയാൻ പറ്റില്ലല്ലോ. മാരകായുധം തന്നെയല്ലേ. വെയിറ്റ് കണ്ട അതിന്റെ തമിഴ് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ടായ് എന്ന് വിളിച്ചിട്ട് വരണത് അല്ലേ? അങ്ങനത്തെ സാധനല്ലത്. ഇതിന് എത്ര രൂപയാ? 800. ഇതുകൊണ്ട സുഖം ചെയ്യാനായിട്ട് ഇവിടത്തെ വെട്ടുകത്തിയേക്കാളും വെട്ടാനൊക്കെ ഇതാണ് സുഖം അല്ലേ? ആരൊക്കെ ഉണ്ട് വീട്ടില്? ആളാകെ പേടിച്ചു. ക്യാമറ കണ്ടപ്പോ പേടിച്ചു വിറയ്ക്കണു. പേടിപ്പിക്കണ്ട, പാവം പൊക്കോട്ടെ. ആള് മഞ്ഞള് പറക്കണതിന്റെ ഇടയിൽ വന്നതാ ഇവിടെ എന്തുട്ടാ ചെയ്യണേന്ന് നോക്കാൻ വേണ്ടി. അല്ല, ഞാൻ ഹെൽപ്പിന് വിളിച്ചതാ. സ്റ്റവ് ഒക്കെ എടുത്തു വെക്കാനും. എത്ര വർഷമായിട്ട് ആളിവിടെ? കഴിഞ്ഞ ഫ്ലഡിനോടൊക്കെ മുമ്പില്ലേ ഒരു 10 വർഷമൊക്കെ ഉണ്ട് അല്ലേ. പക്ഷെ ചെറുതിലെ പണ്ട് ചെറുതിലേ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ബഹ്റൈൻ, സിംഗപ്പൂർ 25 കൊല്ലം മുമ്പ് ഇവിടുത്തെ പണിക്കാരനായിരുന്നു. പിന്നെ പുറത്ത് എവിടെയൊക്കെ ആയിരുന്നു 10 കൊല്ലം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ വീണ്ടും ബഹ്റൈനിലും മലേഷ്യ, സിംഗപ്പൂരൊക്കെ കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി. പക്ഷെ ആളെ കണ്ടു കഴിഞ്ഞ് 25 വയസ്സ് തോന്നുള്ളല്ലോ. ഫാറ്റ് ഒന്നുമില്ല തന്നെ. പരിപ്പോടയുടെ ലുക്ക് തന്നെ. ഇവർക്ക് ചായക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? സ്നാക്സ് എന്തെങ്കിലും ഇരിക്കണത് കഴിക്കും, ഉണ്ടാക്കണ ദിവസം അത് അങ്ങനെ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ശ്വാസം വിടാൻ പറ്റില്ല ഇവിടെ. അപ്പോഴാണ് ഇനി ചായ. അയ്യോ കഴിക്കാൻ വയറില്ലേ? അയ്യോ, അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. നിങ്ങളുടെ ചായ വെച്ചോ? അതന്നെ, നിങ്ങൾ ചായ വെച്ചോ. ഇതിന്റെ സ്റ്റീം പോയിട്ട് ഇതേ കുക്കർ തുറന്നു. ഇത് വെന്തുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലേക്ക് ഈ 2ാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. 3 നാളികേരത്തിന്റെ 2ാം പാല്. തീ കത്തിച്ചു. തീ കത്തിക്കുന്ന ആള് നമ്മുടെ സച്ചിനാണ്. സച്ചിനാണുമ്പോ മാന്ത്രിക സിനിമയിലത്തെ വില്ലന്റെ പോലെയുണ്ട്. കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് ബാർബർ ഷോപ്പുകളൊക്കെ അടച്ചപ്പോ ഇത് കാണുന്ന ഫിലിം ഡയറക്ടേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ഒരു വില്ലൻ ലുക്കുള്ള ആൾ ഇവിടെ ഉണ്ട്. വില്ലൻ ലുക്കല്ല, മാന്ത്രിക സിനിമ 2ാം ഭാഗം എടുക്കുകയാണെങ്കിൽ ഹേമന്ത് മകൻ വില്ലനായിട്ട് വരല്ലോ. സായികുമാർ മറ്റേ ഇതില് വരില്ലേ, CBI ഡയറി കുറിപ്പില് സുകുമാരന്റെ അതുപോലെ നമുക്ക് എടുക്കാനായിട്ട് ഒരാൾ ഇവിടെ ഉണ്ട്. പിന്നെ എന്നിട്ട് പറയാ ഹരിഹർ നഗറില് മറ്റേ ജോൺ ഫോനായി ആളെ പേരുന്ന വരെ മകനായിട്ട് വേറെ ആൾ വരില്ലേ. പിന്നെ വേറെ സിനിമ വന്നപ്പോ വേറെ വില്ലൻ വന്നു. ഹരിഹർ നഗറില് വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ആൾക്ക് അതിനൊന്നും നേരില്ല. ആള് വലിയ എന്താ ചെയ്യണേ? ലോജിസ്റ്റിക്സ്. 1 മാസം ലീവിന് വന്നേക്കാണ് പാവം. നാട് ഭയങ്കര ഇഷ്ടമാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതുവരെ കണ്ടറിയാം. നാട് ഭയങ്കര ഇഷ്ടമാണ്. 2ാം പാല് ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണതിലേക്ക് ശർക്കര നീര് ഒഴിക്കണം കേട്ടോ. നമ്മൾ സാധാരണ അങ്ങനെ ശർക്കര നീരൊഴിച്ച് പരട്ടി എടുത്തിട്ടാണ് പിന്നെ ചെയ്യുക. വെള്ളം കംപ്ലീറ്റ് പറ്റി. ഇനി മതി, നിർത്തിയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. ഇനി കുറച്ച് തൻപാലും കൂടെ ഒഴിക്കാനുണ്ടേ. 2 സാധനങ്ങളാണ് ഒരേ സമയം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചക്കക്കുരു പായസവും ചക്കക്കുരു വടയും. ഈ പായസവും വടയും ഇതൊക്കെ കോവിഡിന്റെ സമയത്ത് തന്നെയാണോ? അപ്പോഴൊന്നും ഈ പ്രൊഡക്റ്റ് നമ്മൾ ചക്കക്കുരു കൊണ്ട് തുടങ്ങിയിട്ടില്ലേ? കുറെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. ഈ ചക്കക്കുരുവിന്റെ കുറെ സാധനങ്ങള്
കോവിഡിന്റെ സമയത്ത് ഇങ്ങനെ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഓരോ കുടുംബശ്രീ യൂണിറ്റുകാരൊക്കെ ഒരുപാട്. അതെന്താ? ഒന്നാം പാലം ഒഴിക്കാറായാ? ഇല്ലല്ലേ, ഇപ്പൊ തിളക്കണം. ഒഴിക്കാറായിട്ടില്ല. അത് കുറച്ചും കൂടി നൈസായിട്ടുള്ള പൊടി. നമ്മുടെ ഇപ്പോ ചക്കക്കുരുന്റെ ഗ്രാനൂൾസ് മാത്രല്ലേ ഉള്ളൂ. പിന്നെ പൊടി, നൈസ് പൊടി നമ്മൾ ന്യൂട്രിമിക്സിൽ ചേർക്കണം. പൊടി മാത്രമായിട്ട് ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്കതും കുഴപ്പമില്ല. ഈ ഗ്രാനൂൾസ് ആളുകൾക്ക് മിക്സിയിലൊന്ന് പൊടിച്ചാ പോരെ, പൊടിയില്ലേ. കുരുമുളക് പൊടിയായിട്ട് നമ്മൾ കൊടുക്കണില്ലേ കുരുമുളക്, എന്നിട്ട് ആന്റി ആ കുരുമുളക് ഒന്ന് പൊടിച്ചു തരൂ. അങ്ങനെയുണ്ട് ആൾക്കാർ. അപ്പോഴാ ദൈവം. പക്ഷെ പൊടിച്ചത് ഇരുന്ന് കഴിഞ്ഞാൽ എരിവ് മണമൊക്കെ പോവും. അതെ അതെ, കുറച്ച് ആവശ്യത്തിന് പൊടിക്കുക നല്ലത്. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാം. അടിയെ പിടിക്കും, അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കൈയെടുക്കാണ്ട് ഇളക്കണ്ട, എന്നാലും ഇടയ്ക്ക് ഇളക്കണം. തൈര് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ പായസത്തില്. പായസം നല്ല കട്ടിയിട്ട് വന്നു. തീ കെടുത്തണം. ഒന്നാം പാലൊഴിക്കണം. ഏലക്കായപ്പൊടി, ചേട്ടൻ കാണാണ്ട് ആന്റി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു ഇത്ര സമയം. കശുവണ്ടി തേങ്ങയൊക്കൊത്തും വറുത്തത് ഇട്ട് കൊടുക്കുന്നു. നെയ്യില് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ മുന്നേ. പായസം റെഡിയായി. പായസം റെഡിയായി. നമ്മുടെ ലാസ്റ്റ് പരിപ്പൊടി റെഡിയായി. രണ്ടും ഒരേ സമയം ശരി സമയത്ത് തീർത്തു. ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ ടേസ്റ്റ് ചെയ്യാൻ വരും എല്ലാവരും. ചൂടാറി പരിപ്പാട ഒരെണ്ണെടുക്കാനാ. പരിപ്പാടില്ല, ചക്കക്കുരുവട. ചേട്ടന് ചക്കക്കുരു തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്. ഞാനിപ്പോ ഞാൻ പറയണതേ, ഇനി പരിപ്പാട എടുക്കണത് കഴിക്കാന്ന്. എടുക്കണത് കഴിച്ചോ? നല്ല ക്രിസ്പിയാണ്. എന്നിട്ട് തോന്നണേ ചക്കക്കുരു ആണെന്ന് പരിപ്പോടെ പോലെ തന്നെയല്ലേ തോന്നണേ? ചക്കക്കുരു തോന്നില്ലല്ലോ. തോന്നുന്നുണ്ടാവട്ടെ, എനിക്ക് ഒരു പൊട്ട് വേണമെങ്കിൽ ഇടാം. അങ്ങനെ കുറവൊന്നും ഫീൽ ചെയ്യില്ല, എന്നാലും ഒരു പൊട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ. നല്ല രസമുണ്ട്. എരിവ് പാകം. ചക്കക്കുരുവിന്റെ മണല്ല കേട്ടാ. നല്ല ചോറിന്റെ കാരണം കൊണ്ട് എനിക്ക് ഇപ്പൊ എനിക്ക് അവര് പറഞ്ഞു പാക്ക് ചെയ്ത് തന്നയക്കാം. ജഗ്ഗുനും എരിവൊക്കെ ഉണ്ട് കേട്ടാ. പാകത്തിനുള്ള അത് കഴിച്ചു കഴിഞ്ഞു. അയ്യോ, വലിയ ഗ്ലാസ് ആണല്ലോ കൊണ്ടുവന്നേക്കണത്. ചെറിയ ഗ്ലാസ് ആണ്, പക്ഷെ കുറച്ച് കഴിക്കണല്ലോ. ഞാൻ പായസം കഴിക്കാറില്ലേ? കഴിക്കുകയൊക്കെ ചെയ്യും. പായസം കഴിക്കാറില്ല എന്നാ അതാരീ പറയണേ. ഞാടപ്രധാനം പരിപ്പ് എല്ലാം കുടിക്കല്ലോ. ഇത് പരിപ്പ് പായസം പോലെ ഇരിക്കുന്നു ശരിക്കും. ഇത് ഗോതമ്പാണോ പരിപ്പാണോ? ആന്റി ഇത് പാക്കറ്റാക്കി ഇറക്കണേനേക്കാളും മുമ്പ് കുറെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ മേത്താണ് പരീക്ഷണം നടത്തി ഉടനെ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവര് പറയും എന്ത് പായസമാണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ചിലർ പരിപ്പ് പായസം പറയും, ചിലർ ഗോതമ്പ് പായസം എന്നാ പറയാറുണ്ട്. ആർക്കും ഇത് പറഞ്ഞില്ലെങ്കിൽ ചക്കക്കുരാണെന്ന് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ധൈര്യമായിട്ട് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അതെ, നമ്മളിതേ കുറേശ്ശായിട്ട് ഒഴിക്കണുള്ളൂ. ചൂടാറണം ഒന്നാമത്തേല്. രണ്ടാമത്തെ കാര്യം നല്ല പരിപ്പാടാ. അവനും ഇതിനോർക്കാം. ഒരു പൊട്ട് പരിപ്പാടാ കഴിച്ചാ എങ്ങനെയുണ്ട് ടേസ്റ്റ്? ആളുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ടേസ്റ്റ് എങ്ങനെയുണ്ട്? അച്ഛൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? മധുരം കുറവാണ്. മധുരം കുറവാണ്. പായസത്തിലില്ല, ഞാനെന്ന് വെച്ചാ കയ്യിലതായിരിക്കണതേ. മധുരം പായസത്തിൽ കുറച്ച് മധുരം കുറവ്. അപ്പൊ അത് മുഴുവൻ ഒഴിക്കായിരുന്നു അല്ലേ ആ ശർക്കര നീര്. നമ്മള് പിന്നെ ഇടയിൽ നോക്കിയില്ല, മധുരം നോക്കിയില്ല. മധുരം വേണം, അധികം വേണ്ട. കുറച്ച് രസം കേട്ടാ പായസം. അറിയണ്ട ചക്കക്കുരു എന്ന് അറിയോ? എന്തിട്ടൊന്നും അറിയില്ല. മധുരം കുറച്ച് കുറവാ പറഞ്ഞ പോലെ. നന്നായിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിയുടെ 33 പ്രോഡക്ട്സിലത്തെ ഒരെണ്ണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. ഒരെണ്ണം കൊണ്ട് നമ്മൾ 2 റെസിപ്പികൾ ചെയ്തു. ഇനി ഈ ചക്കക്കുരു ഗ്രാനൂൾസ് കൊണ്ട് ചക്കക്കുരും പരിപ്പും മാങ്ങയും കൂടി നമ്മൾ തൃശ്ശൂർക്കാർ വെക്കില്ലേ, നാളികേരമൊക്കെ അരച്ച് കടുക് വറുത്ത്, ആ കറിയും ഉണ്ടാക്കാം. എന്താണ് പറയണത് ആൻറ്റി? നമ്മൾക്കറിയില്ല, വെച്ച് നോക്കിയിട്ടില്ല.
അപ്പോൾ ആൻറ്റി അങ്ങനെ വെക്കാറുണ്ട്, അത് സെയിം ടേസ്റ്റ് കിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയണു, ഈ പ്രോഡക്ട്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ വിളിച്ചാൽ മതി, ആൻറ്റീനെ വിളിക്കുക, ഓർഡർ ചെയ്യുക, വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. കേരളം മുഴുവൻ ഡെലിവറി ഉണ്ട്, സോറി ഇന്ത്യ മൊത്തം ഡെലിവറി ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഞങ്ങളിവിടെ നിന്ന് ഇനി പോവാണ് കേട്ടോ. അപ്പോൾ നല്ല പായസം, നല്ല പരിപാടി. ചക്കക്കുരു ഇഷ്ടമില്ലാത്ത ആൾക്കും ഇഷ്ടമായി.